ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റിയായ വെള്ളക്കടലക്കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായ ഈ വെള്ളക്കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് വെള്ളക്കടല വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണിത്. വെള്ളക്കടല 6-7 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഈ കടല ഒരു പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. കടല വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏകദേശം കടലയ്ക്ക് അല്പം മുകളിലായിട്ട് നിന്നാൽ മാത്രം മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. കടല വെന്തതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് കടല വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും കടല വെന്തിട്ടുണ്ടാകും. ഇപ്പോൾ കുക്കറിൽ നിന്ന് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി കടല വെന്തോന്ന് നോക്കാം. കടല ഇപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഓയിലിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 4 ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ നമുക്കിനി സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 സവാള കനം കുറച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുവാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാളയിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് നാളികേരം പിഴിഞ്ഞെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ പാലെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ചിരകിയ നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയൊന്നും ആവശ്യമില്ല. നാളികേരം 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുത്ത ആ ഒരു ഒറ്റ പാല് മാത്രം മതിയാകും. ഇനി കറിക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതിയാകും. കറി ഇരുന്ന് കഴിയുമ്പോൾ അല്പം കൂടി തിക്കായിട്ട് വരും. ഇപ്പോൾ ഗ്രേവി ഈ ഒരു പാകത്തിനാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയായ വെള്ളക്കടലക്കറി റെഡിയായി വന്നിട്ടുണ്ട്. ഈ ടേസ്റ്റിയായ വെള്ളക്കടലക്കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ
സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.